എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യമായ 1600 രൂപ വീതം ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക. നിലവിൽ പെൻഷൻ തുക കൂട്ടാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധനകൾ നടത്തും. അതിനാൽ തന്നെ ആനുകൂല്യം മുടങ്ങാതിരിക്കുവാൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിലവിൽ 1600 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം സർക്കാർ വിതരണം ചെയ്തു വരുന്നത്. കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ഓഗസ്റ്റിൽ വിതരണം ചെയ്തതോടെ ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി തന്നെ ഈ 1600 രൂപയും സർക്കാർ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും. അതോടെ കുടിശ്ശിക പെൻഷന്റെ വിതരണം പൂർത്തിയാക്കും. അതോടൊപ്പം സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് കൂടി നടന്നുവരികയാണ്. സെപ്റ്റംബർ 10 വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് 24-ാം തീയതി വരെയായിരുന്നു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളതിനാൽ സെപ്റ്റംബർ 10-ാം തീയതി വരെ നീട്ടുകയായിരുന്നു. സെപ്റ്റംബർ 10-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കൂ. മാത്രമല്ല, നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുകയാണ്. അടുത്ത മാസം, അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധനവ് വരുത്തുമെന്ന വാർത്തയാണ് എത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപായി ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ നടപടി ആരംഭിക്കുന്നത്. ധനവകുപ്പ് ഇതിനായുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞു. നിലവിലെ ഓരോ മാസവും നൽകുന്ന 1600 രൂപയിൽ 100 രൂപയുടെ വർധനവ് വരുത്തി 1700 രൂപ ആക്കുവാനാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത മാസം, അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടിയേക്കാനാണ് സാധ്യത. ഇതുകൂടാതെ 5-6 മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു 100 രൂപയുടെ വർധനവ് കൂടി വരുത്താൻ ശുപാർശയുണ്ട്. അതോടെ ക്ഷേമ പെൻഷൻ തുക മാസം 1800 രൂപയായി മാറും. എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ തുക ലഭിക്കൂ എന്ന കാര്യം മനസ്സിലാക്കുക. അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിരവധി അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പെൻഷൻ വാങ്ങുന്നത് സർക്കാരിനെ ബോധ്യപ്പെട്ടതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം അർഹത പരിശോധനകളും ഉണ്ടാകും. വീടുകളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. ധനവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡായിരിക്കും പരിശോധനയ്ക്ക് എത്തിച്ചേരുക. ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ 5 കാര്യങ്ങളായിരിക്കും സർക്കാർ വിലയിരുത്തുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ മാനദണ്ഡം പാലിക്കുന്നില്ല എങ്കിൽ കണ്ടുകഴിഞ്ഞാൽ അവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റുന്നതാണ്. പെൻഷൻ പരിശോധനയിൽ പ്രധാനമായും സർക്കാർ പരിശോധിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് നമ്മുടെ വീടിന്റെ നിലവാരമാണ്. അതായത് വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലോ ആണോ എന്ന് പരിശോധിക്കും. ഇരുനില വാർക്ക വീടുകളിലൊക്കെ കഴിയുന്നവരാണ് കൂടുതൽ പരിശോധന വിധേയമാകുന്നത്. വീടിന്റെ ഫ്ലോറിംഗ്, റൂഫിംഗ് തുടങ്ങിയവയൊക്കെ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും. AC ഉള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നൽകേണ്ടതില്ലെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഏക്കറോ അതിനു മുകളിലോ സ്ഥലമുള്ളവരാണെങ്കിൽ അവരും അന്വേഷണത്തിന് വിധേയമാകേണ്ടി വരും. ഇതോടൊപ്പം വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനല്ലാതെ 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള 4 ചക്ര വാഹനമുള്ളവരും അനർഹരുടെ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ വാർഷിക വരുമാനവും ഈ ലിസ്റ്റിൽ ഉൾപ്പെടും. അതായത് വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും കൃത്യമായ പരിശോധന വിധേയമാക്കും. വാർഷിക വരുമാനം 1 ലക്ഷമോ അതിനു മുകളിലോ ആണെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള പ്രത്യേക അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധന വിധേയമാക്കുന്നത്. ഇതിനു മുമ്പ് പരിശോധനകളൊക്കെ നടന്നതിലൂടെ നിരവധി പേരെ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പരിശോധന കൂടുതൽ വ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതായിരിക്കും. ക്ഷേമ പെൻഷൻ തുക 1600 നിന്നും 2500 ആക്കുമെന്നാണ് ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരു തവണ പോലും വർധനവ് ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനു കാരണമായി പറഞ്ഞത്. അനർഹരെ ഒഴിവാക്കാനായി വാർഷിക മസ്റ്ററിങ്ങും
വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമൊക്കെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. വിവിധതരം പരിശോധനകളും മാനദണ്ഡങ്ങളും വഴി സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവരെ ഒഴിവാക്കി അർഹരായവർക്ക് മുടങ്ങാതെ കൃത്യമായി പെൻഷൻ നൽകുവാനും കാലാനുസൃതമായി പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരികയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഈയൊരു ഇൻഫർമേഷൻ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.